കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും കോഴിക്കോട് ACP ഉമേഷിനെതിരെയും നടപടി വേണമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടും. ACP ഉമേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ മാസം 30-ന് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിനിടെ വ്യാപക കള്ളവോട്ട് നടന്നെന്നും പലർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന ആരോപണവുമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നത്. ഹൈക്കോടതിയുടെ സുരക്ഷാ നിർദ്ദേശം ലംഘിച്ചെന്നാരോപിച്ചാണ് ACPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ID കാർഡ് ഇല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചെന്നാണ് റിട്ടേണിംഗ് ഓഫീസർക്കെതിരായ പരാതി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് കോൺഗ്രസ് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഹൈക്കോടതി പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സംരക്ഷിച്ചതിന് പകരം വോട്ടർമാരെ ആട്ടി ഓടിക്കുന്ന ഒരു സംരക്ഷണം കൊടുത്ത് കൃത്യബോധം കാണിച്ച ഉമേഷ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്കെതിരെയും പോലീസിനെതിരെയും, മൂന്നാമത് ഗുരുതരമായ കൃത്യബോധം കാണിച്ച നോട്ടിഫിക്കേഷനകത്ത് ബാങ്ക് ID ക്കോടൊപ്പം സ്വന്തം ഐഡിയും കാണിച്ച് മാത്രമേ വോട്ട് ചെയ്യിപ്പിക്കാവൂ, ഉള്ളിൽ കടത്തുമെന്ന നിർദ്ദേശം കാറ്റിൽ പരത്തിയ നെറുകേട് കാണിച്ച റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ 3 പേർക്ക് നിങ്ങളുടെ നിയമവിധങ്ങൾ ആരംഭിക്കുകയാണ്. ഇനി ഒരു സ്ഥലത്തും ഈ അക്രമം അതിക്രമിച്ചുകൂടാം. മാത്രവുമല്ല, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇത് റദ്ദ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ അടങ്ങുന്നു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ അവസാനം വരെ സംഘർഷഭരിതമായിരുന്നു. 38,000 വോട്ടർമാരിൽ 8,500 പേർക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനായത്. തങ്ങളുടെ അനുഭാവികളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിച്ചുവെന്നും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ചുവെന്നും കാണിച്ചാണ് കോൺഗ്രസ് ഇന്നലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ വ്യാപക അക്രമമാണ് ഹർത്താൽ അനുകൂലികൾ അഴിച്ചുവിട്ടത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.